ജനങ്ങൾ പറയാനുള്ളത് കേട്ടും ജനങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു. ഞങ്ങളും നിങ്ങളും രണ്ടല്ലെന്നും നാം ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളം എന്ന നാടിന്റെ അഭിമാനകരമായ അവകാശങ്ങളെ നേടിയെടുക്കാൻ പ്രയത്നിക്കേണ്ടതാണെന്നും പറഞ്ഞു വെച്ച് കേരളത്തെ അവകാശ സമ്പാദനത്തിന്റെ മഹാസമരങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിസഭാംഗങ്ങളാകെ ലോക ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് പാറശാലയിലെ നിയോജക മണ്ഡലത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ലോക മലയാളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യ വരി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളോട് തുടക്കത്തിൽ ഞാൻ ആദ്യ വരിയിൽ പറഞ്ഞതുപോലെ ആദ്യ വരി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമ്പൂർണമായ ക്യാബിനറ്റ് പാറശാല മണ്ഡലത്തിൽ അക്ഷരാർത്ഥത്തിൽ 10,000 ഒത്തുചേർന്ന ഈ മഹാ നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് നവംബർ 18 മഞ്ചേശ്വരത്ത് സായാഹ്നത്തിൽ സപ്തഭാഷാ സംഗമ ഭൂമിയിൽ വെച്ച് 140 നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേരാൻ പോകുന്ന നവകേരള സദസ്സിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അഭിമാനമായ ദേശീയ പതാക ഉയർത്തിയ വാഹനത്തിൽ കയറി കഴിഞ്ഞ 135 മണ്ഡലങ്ങളിലൂടെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ഏതൊരുമെങ്കിലും ഒരു പക്ഷത്തിന്റെ വികാരമായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാകയും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ നയവും നിലപാടുമായ ഭരണഘടനയും ഉറപ്പുതരുന്ന ഭരണഘടനാ വാഗ്ദാനങ്ങൾ ഒരു ഫെഡറൽ സ്റ്റേറ്റിന് ലഭ്യമാകണമെന്ന മിനിമം ആവശ്യമാണ്. അതേതെങ്കിലും ഒരു പക്ഷത്തിന്റെ ആവശ്യമല്ല. കേരളത്തിലെ ഗവൺമെന്റ് നമ്മുടെ മണ്ഡലത്തിൽ കേരളത്തിലാകെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പരിപ്രേക്ഷ്യം അക്ഷരാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്ന മണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹരീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ ഈ പാറശാല മണ്ഡലത്തിൽ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും ഈ 7.5 വർഷക്കാലത്തിനിടയിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. പാറശാല മണ്ഡലത്തിലെ എല്ലാ വീടുകളും ഇന്ന് വെളിച്ചം കാണാൻ കഴിയുന്ന സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് നടന്നുപോയി. ഓണമാകുമ്പോഴേക്കും ജലജീവൻ മിഷനുകളിലൂടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്ന മണ്ഡലമായി പാറശാല മാറുമെന്ന് MLA പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ മണ്ഡലത്തിലെ 82% റോഡുകളും BMBC ആയി. ഈ മണ്ഡലത്തിലെ എല്ലാ ഗ്രന്ഥശാലകൾക്കും ആവശ്യമായ പുസ്തകങ്ങൾ MLAയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. സമ്പൂർണമായ ഹൈടെക്കായി ഈ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും മാറി. ഈ മണ്ഡലം കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടു. റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടായ മണ്ഡലങ്ങളിൽ ഒന്നായി ഇത് മാറി. ഗ്രാമവണ്ടി എന്ന ആശയത്തിനും അതിന്റെ പ്രാരംഭമായിട്ടുള്ള യാത്രാ നടപടികൾക്കും തുടക്കം കുറിച്ചത് ഇവിടെയാണ്. ഈ കഴിഞ്ഞ 2.5 വർഷക്കാലത്തിനിടയിൽ 504 ആളുകൾക്ക് പട്ടയത്തിന്റെ ഉടമകളായതുപോലെ ദീർഘകാലമായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനക്കുഴിയിലെ വിവേഴ്സ് കോളനിയിലും
നെടുവാൻവിള ഹൗസിംഗ് കോളനിയിലും 5 ചങ്ങല പ്രദേശത്തും ഈ ഗവൺമെന്റിന്റെ